പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 9 ഞായർ. പ്രധാന വാർത്തകൾ. വടക്കൻ പാറ്റ്ന ഗവർണറേറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സ്വദേശി റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വദേശി പൗരനെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിലാണ് മറ്റൊരു പൗരൻ പിടിയിലായത്. പ്രതി നീതിന്യായ വ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് പറഞ്ഞു. ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ഒമാനിൽ രജിസ്റ്റർ ചെയ്ത 4 ലക്ഷത്തിൽ അധികം കമ്പനികളിൽ 1,35,000-ൽ പരം എണ്ണം യഥാർത്ഥ പ്രവർത്തനങ്ങളില്ലാതെ വാണിജ്യരേഖകൾ മാത്രമാണെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയ്യിദ് അൽ ബുഐവിൻ. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രാലയത്തിന്റെ പുതിയ നടപടികളെക്കുറിച്ച് വിശദീകരിക്കവെയാണ് പേപ്പർ കമ്പനികൾ മാത്രമായി ആയിരക്കണക്കിന് കമ്പനികൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയതെന്ന് മന്ത്രി വെളിപ്പെടുത്തിയത്. ഒമാനിൽ ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 4 ലക്ഷത്തിൽ പരം കമ്പനികളിൽ ഏകദേശം 2,65,000 എണ്ണം മാത്രമാണ് തൊഴിലാളികളെ നിയമിക്കുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇത് തൊഴിൽ മേഖലയെ ബാധിക്കുന്നതാണ്. കമ്പനി ലൈസൻസുകളുടെ വിൽപ്പനയും അനധികൃത വ്യാപാരവും ഇടപെടലുകളും തടയുന്നതിനാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതെന്നും ഡോക്ടർ മഹദ് ബിൻ അൽ ബുഐവിൻ പറഞ്ഞു. അതേസമയം രാജ്യത്തെ രഹസ്യവ്യാപാരം തടയുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാണ്. ബിനാമി ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളും ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അക്കൗണ്ട് തുറക്കണമെന്ന് നേരത്തെ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. രാജകീയ ഉത്തരവ് 18/2019 പ്രകാരവും മന്ത്രിതല ഉത്തരവ് 146/2021, 412/2023 പ്രകാരവും ഒമാനിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമാണ്. രാജ്യത്തെ നിയമമോ രാജകീയ ഉത്തരവോ അനുവദിക്കാത്ത ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവ പിടിക്കപ്പെട്ടാൽ 15,000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. ഇത് സ്വന്തം നിലയ്ക്കോ മറ്റുള്ളവരുമായി ചേർന്നോ നടത്തിയാലും ശിക്ഷാർഹമാണ്. വാണിജ്യം, വ്യവസായം, തൊഴിൽപരം, കരകൗശലം, വിനോദസഞ്ചാരം, മറ്റ് സാമ്പത്തിക പ്രവർത്തനം അടക്കമുള്ളവ നിയമവിരുദ്ധമായി ചെയ്താൽ ഇതിന്റെ പരിധിയിൽപ്പെടും. രഹസ്യവ്യാപാരം നടത്തുന്നയാളെ നിയമപ്രകാരം മറഞ്ഞിരിക്കുന്ന വ്യക്തിയായാണ് കണക്കാക്കുക. സ്ഥാപനത്തിന്റെ വരുമാനം, ലാഭം, കരാറുകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കല്ലാതെ സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കോ മാറ്റുന്നത് സ്വകാര്യ വ്യാപാരത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. സ്ഥാപനത്തിന്റെ ഉടമ അല്ലാതെ ആരെങ്കിലും സ്വകാര്യ അക്കൗണ്ടിൽ വിൽപ്പനയുടെ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതോ സ്വത്തുക്കളോ പണമോ കൈമാറുന്നതോ ബിനാമി ഇടപാടുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. സ്ഥാപനം സ്ഥാപിക്കുന്ന സമയത്തെ രേഖകൾ, ലൈസൻസ് നേടാനുള്ള അപേക്ഷ, സ്ഥാപനത്തിന്റെ അക്കൗണ്ട് എന്നിവയിൽ തെറ്റായ വിവരമോ കണക്കോ സമർപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും പ്രവാസികൾക്ക് നൽകുന്ന സ്ഥാപന ഉടമയുടെ സമ്മതം രഹസ്യവ്യാപാരത്തിൽ പെടുന്നു. അതേസമയം രാജ്യത്തെ വാണിജ്യ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും സുതാര്യമാക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് ബിനാമി ഇടപാടുകൾക്കെതിരെ മന്ത്രാലയം നടപടി ശക്തമാക്കുന്നത്. നിക്ഷേപകർ മറിഞ്ഞിരിക്കുന്നത് വഴി രാജ്യത്തിന് ലഭിക്കേണ്ട നികുതിയും മറ്റും നഷ്ടപ്പെടുകയും ചെയ്യും. സാമ്പത്തിക ഇടപാടുകളിലെ കൃത്യത ഇല്ലാതിരിക്കുന്നതിനും ബിനാമി ഇടപാടുകൾ ഇടവരുത്തും. തെറ്റായ ഇത്തരം പ്രവണതകൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം നിരവധി തവണ നിർദ്ദേശിച്ചിരുന്നു. ബിനാമി ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 80000070 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്ന് വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ആവശ്യപ്പെട്ടു. മസ്കത്ത് ഗവർണറേറ്റിൽ സീബ് വിലായത്തിലെ മബേല സൗത്തിൽ ഫാമിൽ വൻ തീപിടുത്തം. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്ത കാരണം വ്യക്തമല്ല. സംസ്ഥാന ബജറ്റിൽ നോർക്കയുടെ വിവിധ പദ്ധതികൾക്കായി 150.81 കോടി രൂപ പ്രഖ്യാപിച്ചു.
കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ അധികമാണിത്. പ്രവാസി പുനരധിവാസത്തിന് 77.50 കോടി രൂപയും തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സഹായിക്കുന്ന NDPREയും പദ്ധതിക്ക് 25 കോടി രൂപയും ഉൾപ്പെടെയാണിത്. ലോകത്തെമ്പാടുമുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയ്ക്ക് വേദിയൊരുക്കുന്ന ലോക കേരള കേന്ദ്രത്തിന് 5 കോടി രൂപയും കേരള ഹൗസ് സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള നാട് സന്ദർശന പരിപാടികൾക്ക് പ്രത്യേക ഇൻസെന്റീവ് പ്രഖ്യാപിച്ചതും ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലേക്ക് യാത്രാ കപ്പലുകളും ക്രൂയിസ് കപ്പലുകളും ഉല്ലാസ നൗകകളും ആകർഷിക്കുന്നതിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി 10 കോടി രൂപയും വകയിരുത്തിയതും ശ്രദ്ധേയമാണ്. കേരളീയ പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന് 23 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ഒമാനിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് സലാലയിലെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ജനുവരി സുൽത്താനേറ്റിന്റെ വിവിധ പ്രദേശങ്ങളിൽ താപനില കുത്തനെ കുറഞ്ഞപ്പോൾ സലാലയിൽ അനുഭവപ്പെട്ടത് 33 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഇത് ഒമാനിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതാണ്. കഴിഞ്ഞ മാസം ജാസിറിൽ 32.8 ഡിഗ്രി സെൽഷ്യസും അൽ സമായമിൽ 32.2 ഡിഗ്രി സെൽഷ്യസും ഷലീമിൽ 32.1 ഡിഗ്രി സെൽഷ്യസും ദിമാവ തഹീനിൽ 32 ഡിഗ്രി സെൽഷ്യസ് ചൂടുമാണ് രേഖപ്പെടുത്തിയത്. ഒമാനിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് സൈക്കിൽ ആണ്. 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില. മുക്ഷാനിൽ 4 ഡിഗ്രി സെൽഷ്യസും മസ്യൂനയിൽ 5.6 ഡിഗ്രി സെൽഷ്യസും യർമൂലിൽ 6.3 ഡിഗ്രി സെൽഷ്യസും ഹൈമയിൽ 6.5 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില. അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് 2 ഡ്രൈവർമാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തത്തിനും മറ്റുള്ളവർക്കും അപകടമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ ഡ്രൈവിംഗ്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത്. പൊതുക്രമസമാധാനം തകർക്കുന്ന വിധത്തിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നതെന്നും നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഇന്ത്യയിലെ ഇടത്തരം ആളുകളെ വാസ്തവത്തിൽ ഞെട്ടിച്ചു. ഇതിൽ പ്രധാനമായത് ആദായനികുതിയിലെ പരിഷ്കാരങ്ങളായിരുന്നു. പുതിയ സ്കീമിലെ പരിധി 7 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമായി ഉയർത്തിയതും ആദായനികുതി സ്ലാബുകൾ പരിഷ്കരിച്ചും ഇടത്തരം വരുമാനക്കാരെ സന്തോഷിപ്പിച്ചു. എന്നാൽ സാധാരണ പ്രവാസികൾക്ക് വട്ടപൂജ്യവും സമ്മാനിച്ചു. നാട്ടിൽ നടപ്പാക്കിയ ഈ തീരുമാനത്തിന്റെ പ്രയോജനം പ്രവാസികളായ ഇടത്തരം വരുമാനക്കാർക്ക് അവരുടെ നാട്ടിലെ വരുമാനത്തിനു ലഭിക്കില്ല എന്നതാണ് വസ്തുത. കാരണം 4 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള വരുമാനത്തിന് ആദായനികുതി വകുപ്പിന്റെ സെക്ഷൻ 87A പ്രകാരമുള്ള പരമാവധി കിഴിവായ 60,000 രൂപയുടെ ആനുകൂല്യം പ്രവാസികൾക്ക് കിട്ടില്ല എന്നതാണ് കാരണം. അതായത് ഇന്ത്യയിൽ ഉള്ള ഒരു നികുതിദായകന് 10 ലക്ഷം രൂപ വരുമാനമുണ്ടെങ്കിൽ 87A പ്രകാരം 40,000 രൂപ റിബേറ്റ് കിട്ടുന്നതുകൊണ്ട് നികുതി കൊടുക്കേണ്ട. എന്നാൽ പ്രവാസിക്ക് ഇന്ത്യയിലെ വരുമാനത്തിന് ഈ റിബേറ്റ് കിട്ടില്ല. അതുകൊണ്ട് നികുതി അടയ്ക്കണം. പിന്നെ ആകെയുള്ള ആശ്വാസം ആദായനികുതി പരിധി 3 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം ആക്കിയതും അതുപോലെ തന്നെ സൽബുകളിൽ ഉണ്ടായ നിരക്ക് കുറവ് കൊണ്ടുള്ള പ്രയോജനവും മാത്രം. മറ്റൊരു കാര്യം, പ്രവാസിയുടെ നാട്ടിലുള്ള നിക്ഷേപങ്ങളുടെ NRE അല്ലാത്തവ വരുമാനത്തിന് DDS ഉണ്ട്. നിലവിൽ ഇത് 30%വും 4%വും സെസ് ഉൾപ്പെടെ 31.20% കൊടുക്കണം. ഉദാഹരണത്തിന് KSFE പ്രവാസി ചിട്ടി പിടിച്ച തുക അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ വരുമാനത്തിന് 31.20% നികുതി KSFE പിടിക്കും. അതായത് 1 ലക്ഷം രൂപ പലിശ വരുമാനമുണ്ടെങ്കിൽ 31,200 രൂപ നികുതി പിടിക്കും. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്തു ഈ തുക തിരികെ വാങ്ങാം. ITR-2 ആണ് പ്രവാസികൾ ഫയൽ ചെയ്യേണ്ട ഫോം. അപ്പോൾ 4 ലക്ഷം രൂപ വരെ നാട്ടിലുള്ള വരുമാനത്തിന് നികുതി കൊടുക്കേണ്ട എങ്കിലും അതിൽ താഴെയുള്ള വരുമാനത്തിന് DDS ഉള്ളതുകൊണ്ട് പ്രവാസികൾ എല്ലാ വർഷവും മാർച്ച് 31 കഴിഞ്ഞിട്ട് നിലവിൽ ITR-2 ഫയൽ ചെയ്തു പിടിച്ച നികുതി തിരികെ വാങ്ങേണ്ടതാണ്.
ആദായനികുതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങളുടെ പാൻ നമ്പർ ഉപയോഗിച്ച് എത്ര തുക പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോ നിങ്ങൾ അധികാരപ്പെടുത്തിയ ആളോ മേൽപ്പറഞ്ഞ ടാക്സ് ക്രെഡിറ്റ് രേഖ പരിശോധിച്ച് ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്ത് പിടിച്ച തുക തിരികെ വാങ്ങുക. വലിയ വരുമാനമുള്ള പ്രവാസികൾക്ക് നാട്ടിൽ ഇതിനൊക്കെ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ചെറുതും വലുതുമായ എല്ലാ പ്രവാസികൾക്കും അവരുടെ നാട്ടിലെ വരുമാനത്തിന് പുതുക്കിയ നിരക്കുകൾ ഗുണകരമാണെന്ന് പറയാതെ വയ്യ. ആദായനികുതി നിയമത്തിലെ പ്രവാസികളോടുള്ള മേൽപ്പറഞ്ഞ വേർതിരിവ് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ITR-2 പോലുള്ള വളരെ പ്രയാസമുള്ള ഫോം മാറ്റി ITR-1 പോലുള്ള ലളിതമായ ഫോം നൽകി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എളുപ്പമാക്കാനും സർക്കാർ തയ്യാറാകേണ്ടതാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.